നമ്മൾ ഇന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മൊഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില തിയറി ഭാഗങ്ങൾ നമ്മൾ പഠിക്കും. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, അതിൻ്റെ പ്രോബ്ലംസ് ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ വീഡിയോസും പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും നമുക്ക് ആദ്യം നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ്. കമ്പനിക്ക് അതിൻ്റെ ക്യാപിറ്റൽ ആവശ്യമാണല്ലേ. ആ ക്യാപിറ്റൽ പല ഫണ്ടുകളായിട്ട്, അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത്, ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്ത്, അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് കമ്പനി ആ ഫണ്ട് സമാഹരിക്കുന്നത്. അങ്ങനെ ഫണ്ട് സമാഹരിക്കുമ്പോൾ കമ്പനി ആരാണോ അവർക്ക് ഫണ്ട് നൽകുന്നത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ്, അതിനെയൊക്കെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപിളി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്. ഒരു ഫണ്ട് കിട്ടുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് അതിന്മേൽ എത്ര രൂപയാണ് ചിലവാകുന്നത്, അതിനെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദി റേറ്റ് എ ഫേം പേസ് ടു ഇറ്റ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദി യൂസ് ഓഫ് ദെയർ മണി. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അവർ നൽകുന്ന പണത്തിന് പകരമായിട്ട് കമ്പനി എന്താണോ നൽകുന്നത്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് നൽകും, ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഡിവിഡൻഡ് നൽകും. അപ്പോൾ ആ ഒരു റേറ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു ഡെഫിനേഷൻ, സോളമൻ എസറയുടെ ഒരു ഡെഫിനേഷൻ കൂടി പഠിച്ചു വയ്ക്കാം. He has defined it as the minimum required rate of return or the cut-off rate for capital expenditures. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നമുക്ക് ഫിക്സഡ് അസറ്റുകളും മറ്റും വാങ്ങാൻ വേണ്ടി നമുക്ക് ചിലവാകുന്ന തുക നമ്മൾ കണ്ടെത്തുന്നത് ഇതുപോലെ ക്യാപിറ്റൽ സമാഹരിച്ചുകൊണ്ടാണല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപയാണോ മിനിമം കൊടുക്കേണ്ടി വരുന്നത്, മിനിമം എത്ര പെർസെൻറ്റേജാണ് അവർക്ക് റിട്ടേൺ കൊടുക്കേണ്ടി വരിക, മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ കട്ട് ഓഫ് റേറ്റ്, അതിന് പറയുന്ന മറ്റൊരു പേര് കട്ട് ഓഫ് റേറ്റ് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് സോളമൻ എസ്ര ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മിൽട്ടൺ എച്ച് സ്പെൻസറുടെ ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് എ ഫേം റിക്വയർസ് ആസ് എ കണ്ടീഷൻ ഫോർ അണ്ടർടേക്കിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റെടുക്കുമ്പോൾ അതിന്മേൽ കമ്പനിക്ക് കൊടുക്കേണ്ടി വരുന്ന, കമ്പനി ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിക്ക് ചെലവിടേണ്ടി വരുന്ന ഇത്ര രൂപ എന്നുണ്ടല്ലോ, ആ രൂപയാണ് ആ ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇൻവെസ്റ്റേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂയിലും നമുക്ക് കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂയിലും നമുക്ക് ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറയാം. ഫ്രം ദി ഇൻവെസ്റ്റേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദി റിട്ടേൺസ് എക്സ്പെക്റ്റഡ് ബൈ ദം ആൻഡ് ഫ്രം ദി കമ്പനീസ് പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് നമുക്ക് ഇൻവെസ്റ്ററുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എത്രയാണോ അവർ കമ്പനിക്ക് നൽകുന്ന എമൗണ്ടിൽ അവരെത്ര പെർസെൻറ്റേജ് റിട്ടേൺ ആണോ പ്രതീക്ഷിക്കുന്നത്, റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദം അല്ലേ. അതാണ് ഇൻവെസ്റ്റേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ ഇറ്റ്. കമ്പനിയെ സംബന്ധിച്ച് ഇവിടെ കോസ്റ്റ് ഉണ്ടാവുകയാണല്ലേ, അവർക്കാണ് ഫണ്ട് കിട്ടുന്നത്, അതുമേൽ റിട്ടേൺ അവർ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണം. അപ്പോൾ എത്രയാണോ അവർക്ക് കോസ്റ്റ് ഉണ്ടാകുന്നത് ആ കോസ്റ്റിനെയാണ് അവരെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് പേ ടു സപ്ലൈസ് ഓഫ് ക്യാപിറ്റൽ ഫോർ യൂസിങ് ദെയർ ഫണ്ട്. ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് കമ്പനി കൊടുക്കേണ്ടി വരുന്ന ആ റേറ്റ് ഓഫ് റിട്ടേണെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത് ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതിനെ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്, ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ഓൺ ദി പ്രോജക്ട്സ്. അതായത് ഒരു പ്രൊജക്റ്റിന്മേൽ നമുക്ക് ചിലവാകുന്ന തുകയേക്കാൾ ഉപരിയായിട്ട് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് അല്ലേ, റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ള രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് എ ഹഡിൽ റേറ്റ്, കട്ട് ഓഫ് റേറ്റ്, ഹഡിൽ റേറ്റ് എന്നൊക്കെ ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ പറയാറുണ്ട്. രണ്ടാമത്തത് ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം റിക്വയർസ് ടു ഏൺ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, കമ്പനിയിലെ ഷെയറുകൾ മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഡീൽ ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ മിനിമം ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പരമാവധി വാല്യൂ അല്ലേ, മാക്സിമം വാല്യൂ ഉണ്ടാകുന്നതിന് വേണ്ടി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതാണ്, ഡിവിഡൻഡ് രൂപത്തിലും മറ്റും. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന ആ ഒരു എമൗണ്ടിനെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫൈനാൻഷ്യൽ റിസ്ക്. അതായത് ബിസിനസ് റിസ്ക്കും ഫൈനാൻഷ്യൽ റിസ്ക്കും കമ്പനിയിലേക്ക് ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്
അവിടെ ബിസിനസ് റിസ്ക് അവർക്കുണ്ട്. ബിസിനസ് റിസ്ക് എന്ന് വെച്ചാൽ കമ്പനി ലാഭം കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ട്. കമ്പനി ഇൻസോൾവൻസിയിലേക്ക് കൂടുതൽ കടബാധ്യതയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഡെപ്റ്റ് ക്യാപിറ്റലിലേക്ക് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്പനി ഇൻസോൾവൻ്റ് ആയി പോകാനുള്ള, അടച്ചുപൂട്ടാനുള്ള സാധ്യത. അപ്പോൾ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ റിസ്ക്കും ബിസിനസ് റിസ്ക്കൊക്കെ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് പകരമായി കിട്ടുന്നത് അവരെ സംബന്ധിച്ച് ഈ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 എലമെൻറ്റ്സ്. നമുക്കിവിടെ 3 എലമെൻറ്റ്സുകളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഒന്ന് റിസ്ക്ലെസ് കോസ്റ്റ് ഓഫ് ദി പർട്ടിക്കുലർ സോഴ്സ്. നമുക്കൊരു ഫണ്ടിന്മേൽ റിസ്ക് ഇല്ലാത്ത ഫണ്ട് നമുക്ക് കിട്ടാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ട്രഷറിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ സുരക്ഷിതമായിട്ട് നിക്ഷേപമായിട്ടാണ് കരുതുക. അപ്പോൾ അവിടെ റിസ്ക് ഇല്ല. അപ്പോൾ റിസ്ക്ലെസ് ഫണ്ട്, റിസ്ക്ലെസ് സോഴ്സ് ഓഫ് ദി പർട്ടിക്കുലർ സോഴ്സ് അങ്ങനെയുമാകാം. അതുകൂടാതെ ബിസിനസ് റിസ്ക് ഉണ്ടാവാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ടാകാം, അതിനുള്ള പ്രീമിയം. അതായത് ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ റിസ്ക് ഏറ്റെടുക്കുന്നതിനുള്ള പ്രീമിയം, അതും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഫണ്ട്, ഡിബഞ്ചറുകൾ മറ്റും ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന കമ്പനിക്ക് ഉണ്ടാകുന്ന റിസ്ക്കാണ്. കാരണം അതൊരു ലീഗൽ ഒബ്ലിഗേഷനാണ്. കമ്പനിക്ക് ലാഭമുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും, അതായത് നഷ്ടമാണെങ്കിൽ പോലും കമ്പനിക്ക് ആ കടബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയർസും ഒന്നും അങ്ങനെയല്ല. അത് ഓണർഷിപ്പ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഡിവിഡൻഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡെപ്റ്റ് ഒരു പരിധി വിട്ട് ഉയർന്നു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് അത് റിസ്ക്കാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും അത് റിസ്ക്കാണ് അല്ലേ. അതൊക്കെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് ഏറ്റെടുക്കുന്നതിനുള്ള പ്രീമിയം, അതിനുള്ള പ്രതിഫലം. ബിസിനസ് റിസ്ക് ഏറ്റെടുക്കുന്നതിനുള്ള പ്രീമിയം, അതിനുള്ള പ്രതിഫലം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേരുന്നതാണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇനി അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ താഴെ പറയുന്ന അസംഷനെ ബേസ് ചെയ്താണ് വരുന്നത്. ഒന്ന്, കോസ്റ്റ് ക്യാൻ either എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓർ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. കോസ്റ്റ് ഒന്നുകിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റുമാകാം, ഇംപ്ലിസിറ്റ് കോസ്റ്റുമാകാം. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ ഇന്ന് തന്നെ പഠിക്കുന്നുണ്ട്. അതിൽ നമുക്കിത് പറയാം. രണ്ടാമത്തത്, ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് ചേഞ്ച്. ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുന്നില്ല എന്നുള്ളത് ഒരു അസംഷനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ. അടുത്തത്, കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ആൻ ആഫ്റ്റർ ടാക്സ് ബേസിസ്. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് കണ്ടുപിടിക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ആൻ ആഫ്റ്റർ ടാക്സ് ബേസിസ് ആണ്. ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള റേറ്റ് ആ രീതിയിലാണ് കണ്ടുപിടിക്കുക. അടുത്തത്, ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക് ആർ അൺഅഫക്റ്റഡ് ബൈ ദി അക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് ഓഫ് പ്രൊജക്റ്റ്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ബിസിനസ് റിസ്കിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദ ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക് ആർ അൺഅഫക്റ്റഡ് ബൈ. ഫിനാൻഷ്യൽ റിസ്ക്കും ബിസിനസ് റിസ്ക്കുമുണ്ട്. ദീസ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ദി അക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് ഓഫ് പ്രൊജക്ട്സ്. പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിനെ ഫിനാൻസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊന്നും ബിസിനസ് റിസ്കിനെയോ ഫിനാൻഷ്യൽ റിസ്കിനെയോ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും. അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കാം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഒരു കമ്പനിയെ സംബന്ധിച്ച് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, ലോങ് ടേമിലേക്ക് മറ്റും കമ്പനി നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ അതിന്മേൽ എത്രയാണ് കമ്പനിക്ക് കൊടുക്കേണ്ടി വരിക, എമൗണ്ട് കൊടുക്കേണ്ടി വരിക, തിരിച്ചു കൊടുക്കേണ്ടി വരിക, അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അതിൻ്റെ ബേസിലാണ് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലും അത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിന്മേൽ കിട്ടുന്ന റിട്ടേണും ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഫണ്ട് നമ്മൾ എവിടെ നിന്നാണോ കളക്ട് ചെയ്തത് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന തുകയല്ലേ, അത് തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത്, യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ, അതായത് ഒരു കമ്പനിയുടെ ലോങ് ടൈം സോഴ്സസ് ഓഫ് ഫണ്ട്, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഇപ്പോൾ ഡിബഞ്ചേഴ്സ്, അതൊക്കെ ഓരോന്നും എത്രയാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ കാറ്റഗറിയിൽപ്പെട്ട ഫണ്ട് നൽകുന്ന ആളുകൾക്ക് എത്ര ശതമാനമാണ് റിട്ടേൺ അവർ പ്രതീക്ഷിക്കുന്നത്, എത്രയാണ് കൊടുക്കേണ്ടി വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് എത്ര ഇക്വിറ്റി ഷെയർ, എത്ര ഡിബഞ്ചർ, എത്ര പ്രിഫറൻസ് ഷെയർ എന്നുള്ളത് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് തീരുമാനമെടുക്കുന്നത് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കാൻ വേണ്ടിയും ഇത് യൂസ്ഫുൾ ആണ്. മൂന്നാമത്തത്, യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് ദ മെത്തേഡ് ഓഫ് ഫിനാൻസ്. ഏത് ടൈപ്പ് ആണ് ഉപയോഗിക്കേണ്ടത്, അതായത് മെത്തേഡ് ഓഫ് ഫിനാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ടൈപ്പ്, നമുക്ക് പ്രിഫറൻസ് ഷെയർ ആണോ, ഇക്വിറ്റി ഷെയർ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഡെപ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിക്കണോ, ഓണർഷിപ്പ് ക്യാപിറ്റൽ ഉപയോഗിക്കണോ, അപ്പോൾ അത്തരത്തിലുള്ള ഫിനാൻസിങ് രീതികൾ ഏതാണെന്നുള്ളതും തീരുമാനിക്കാൻ വേണ്ടി, അതായത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുള്ള മെത്തേഡ് ഓഫ് ഫിനാൻസിങ് ആണ് സാധാരണ കമ്പനി ഫോളോ ചെയ്യുക.
അടുത്ത യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മളൊരു ഫണ്ട് 10% നിരക്കിൽ നമ്മൾ ഒരു ഫണ്ട് കളക്ട് ചെയ്തു. അപ്പോൾ 10% അവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ. മാനേജ്മെൻറ്റ് നന്നായിട്ട് പെർഫോം ചെയ്ത് ആ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ നിന്നൊരു 15% 20% റിട്ടേൺ കിട്ടുവാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് അത് നല്ലതാണെന്ന് പറയാം. നമുക്ക് കൊടുക്കേണ്ടി വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കുറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കിട്ടുന്നതെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് മോശമാണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിക്കാം. അടുത്തത് യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻ പ്രൊജക്റ്റ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പാൻഷൻ പ്രൊജക്റ്റ് നമ്മളൊരു വീണ്ടും നമുക്ക് കൂടുതലായിട്ടുള്ള കമ്പനിയുടെ വികസനത്തോടനുബന്ധിച്ച് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, കൂടുതൽ എമൗണ്ട് മുടക്കുമ്പോൾ നമ്മൾ എത്ര രൂപയാണ് അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നത്, എത്ര രൂപയാണ് നമുക്ക് അതിന്മേൽ പലിശയും മറ്റും ഫണ്ട് ഉടമസ്ഥർക്ക് കൊടുക്കേണ്ടി വരിക അല്ലേ. അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി എക്സ്പാൻഷനായിട്ടുള്ള പ്രൊജക്റ്റ് നടത്തുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണോ, അതായത് ആ പ്രൊജക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ, അത് നമ്മൾ സ്വീകരിക്കണോ നിരസിക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തെടുക്കാം. അടുത്തത് ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇറ്റ് എനേബിൾസ് ആൻ ഓർഗനൈസേഷൻ ടു മൊബിലൈസ് ഇറ്റ്സ് ഫണ്ട് ഫ്രം നോൺ പ്രോഫിറ്റബിൾ ടു പ്രോഫിറ്റബിൾ ഏരിയ. അത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മുടെ ഫണ്ട് തിരിച്ചുവിടുന്നതിന് വേണ്ടി, കൂടുതൽ ലാഭം കിട്ടുന്ന ഏരിയയിലേക്ക് നമുക്ക് പണം മുടക്കുന്നതിന് വേണ്ടിയൊക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. റിസോഴ്സസ് മൊബിലൈസേഷൻ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ റിസ്ക് ഫാക്ടർ. അങ്ങനെ നമുക്ക് പരമാവധി റിസ്ക് ഫാക്ടർ കുറച്ചുകൊണ്ട് നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ സഹായിക്കുന്നു. അടുത്തത് അതർ യൂസസ് ആണ്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെനി ഏരിയാസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സച്ച് ആസ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവർ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്, ഡിവിഡൻഡ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്, എത്രയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കേണ്ടതാണ്. റീറ്റെയിൻഡ് ഏർണിങ്സ്, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാതെ കുറേ തുക ബിസിനസ്സിൽ തന്നെ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് നീക്കി വയ്ക്കുക അല്ലേ, അതിനാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുക. ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പരിഗണിക്കും. ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എത്രയാണ് പ്രിഫറൻസ് ഷെയർ, എത്രയാണ് ഡിബഞ്ചറുകൾ, എത്രയാണ് ഇക്വിറ്റി, അതിൻ്റെ ഒരു പ്രപ്പോർഷൻ തീരുമാനിക്കാൻ വേണ്ടി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പരിഗണിക്കാറുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി കമ്പനിക്ക് ചെലവിടേണ്ടി വരുന്ന തുകയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് വരിക. അതായത് കറണ്ട് അസറ്റ്സിലൊക്കെയുള്ള കമ്പനിയുടെ പണത്തിൻ്റെ വിനിയോഗമാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലൂടെ പരിഗണിക്കാറുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ജനറൽ ഇക്കണോമിക് കണ്ടീഷൻസ് ആണ് ആദ്യത്തെ വരുന്നത്. അതായത് നോക്കുക, ഇഫ് ദ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസസ് വിതൗട്ട് ആൻ ഇക്വലൻ്റ് ഇൻക്രീസ് ഇൻ സപ്ലൈ. പണത്തിൻ്റെ കാര്യത്തിൽ അതായത് നമുക്ക് ഫൈനാൻസിൻ്റെ ആവശ്യം കൂടുതലും എന്നാൽ അതിൻ്റെ സപ്ലൈ, അത് നൽകുന്ന ആളുകളുടെ എണ്ണവും കുറവാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് വിൽ റേസ് ദെയർ റിക്വയർഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് കൂടുതൽ പലിശ നിരക്കും മറ്റും നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ. നമുക്ക് ലോൺ കിട്ടാൻ വേണ്ടി നമുക്ക് 1-2 ബാങ്കുകൾ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ കൂടിയ പലിശയ്ക്ക് നമ്മൾ ലോൺ എടുക്കേണ്ടി വരും അല്ലേ. അതുപോലെയാണ് നമുക്ക് പണത്തിൻ്റെ ആവശ്യം കൂടുതലും അത് നൽകുന്ന ആളുകളുടെ എണ്ണവും കുറവാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഇക്കണോമിക് കണ്ടീഷൻ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടുതൽ വരാം. ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതൽ ഇൻഫ്ലേഷൻ അതായത് ഒരു പണപ്പെരുപ്പം വിലക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദർ വുഡ് ബി ഡിറ്റീറിയേഷൻ ഇൻ പർച്ചേസിംഗ് പവർ ഓഫ് ദി മണി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് റിക്വയർ എ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ ടു കോമ്പൻസേറ്റ് ഫോർ ദി ആൻറ്റിസിപ്പേറ്റഡ് ലോസസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പണത്തിൻ്റെ മൂല്യമൊക്കെ ഭാവിയിൽ കുറയാൻ സാധ്യതയുള്ളതുകൊണ്ട് പണം നൽകുന്ന ആളുകൾ പറയും കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ ഞങ്ങൾക്ക് നൽകേണ്ടതുണ്ട്, കൂടുതൽ ഇൻട്രസ്റ്റ് നൽകേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവിടെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് ജനറൽ ആയിട്ടുള്ള ഇക്കണോമിക് കണ്ടീഷൻസ്. അതായത് ഈസി ആയിട്ട് പണം അവൈലബിൾ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. ഇൻഫ്ലേഷൻ അല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് റിസഷനൊക്കെ ആണെങ്കിൽ, പണപ്പെരുപ്പം കുറവുള്ള സമയമാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. ഇപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. പണത്തിൻ്റെ ലഭ്യത കുറവുള്ള സമയത്തും എന്ത് ചെയ്യും, അവിടെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. അടുത്ത രണ്ടാമത്തെ റിസ്ക് ആണ്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹാസ് എ ഡയറക്റ്റ് റിലേഷൻ വിത്ത് ദ റിസ്ക്. ഇഫ് ദ ഇൻവെസ്റ്റർ ഈസ് പർച്ചേസിങ് എ സെക്യൂരിറ്റി വെയർ ദ റിസ്ക് ഈസ് സിഗ്നിഫിക്കൻറ്റ്. അതായത് ഒരു സെക്യൂരിറ്റിയിൽ റിസ്ക് കൂടുതലാണെങ്കിൽ, ഉദാഹരണത്തിന് ഇക്വിറ്റി ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് റിസ്ക് കൂടുതലാണ്, അവർക്ക് ആ ഒരു സ്ഥാപനത്തിൽ ലാഭം ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് റിട്ടേൺ കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് അത് പ്രിഫറൻസ് ഷെയറിനേക്കാളും ഡെപ്റ്റ് ക്യാപിറ്റലിനേക്കാളും ഡിബഞ്ചറിനേക്കാളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ആ കാര്യം നോക്കുക. അതായത് ഇഫ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദി ക്യാപിറ്റൽ ഈസ് ഹയർ, നമ്മൾ ക്യാപിറ്റലുമായിട്ട് ഏതെങ്കിലും ഒരു ഫണ്ടിൽ
റിസ്ക് കൂടുതലാണെന്ന് ഇൻവെസ്റ്റേഴ്സിന് തോന്നുകയാണെങ്കിൽ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഓൾസോ ബി ഹയർ. അവർ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിട്ടേണും കൂടുതലായിരിക്കും. അതായത് കൂടുതൽ റിട്ടേൺ കിട്ടിയെങ്കിൽ മാത്രമേ അവർ റിസ്ക് ഏറ്റെടുക്കുകയുള്ളൂ അല്ലേ. മൂന്നാമത്തത് എമൗണ്ട് ഓഫ് ഫൈനാൻസ് റിക്വയർഡ് ആണ്. അപ്പോൾ കൂടുതൽ എമൗണ്ട് ആവശ്യമാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കേണ്ടി വരും. വെൻ ദ മാനേജ്മെൻറ്റ് അപ്രോച്ചസ് ദ മാർക്കറ്റ് ഫോർ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, അതായത് കൂടുതൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കമ്പനി കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മേ ആസ്ക് ഫോർ ഹയർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് മീൻസ് ഹയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആളുകൾ ഇത്രയും ഉയർന്ന ഒരു തുക അവർ കളക്ട് ചെയ്യുമ്പോൾ, കമ്പനി കളക്ട് ചെയ്യുമ്പോൾ അത് ബിസിനസ്സിൽ നന്നായിട്ട് വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളത് സംശയമുണ്ടെങ്കിൽ പണം നൽകുന്ന ആളുകൾ ദേ വിൽ ഡിമാൻഡ് ഹയർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ. കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ അവർ പ്രതീക്ഷിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് മറ്റൊരു കാര്യമാണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ഫീ, പ്രിൻറ്റിംഗ് എക്സ്പെൻസ്, സെയിൽസ് കമ്മീഷന്, അണ്ടർറൈറ്റിംഗ് കമ്മീഷന്, അപ്പോൾ അതുപോലെ അതിൻ്റെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ചിലവുകൾ കൂടുകയാണെങ്കിൽ വെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആർ ഇൻകേർഡ്, കൂടുതൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. കുറഞ്ഞ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണെങ്കിൽ കുറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. മറ്റൊന്ന് ടാക്സസ് ആണ്. ടാക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മിക്കവാറും നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ കണക്ക് കൂട്ടുന്നത് ആഫ്റ്റർ ടാക്സ് ബേസിസിലാണെന്ന് പറഞ്ഞു അല്ലേ. ഓൾ ക്യാഷ് ഫ്ലോസ് ആർ ഇവാലുവേറ്റഡ് ഓൺ ആൻ ആഫ്റ്റർ ടാക്സ് ബേസിസ്. In order to be consistent with this, the cost of capital must also be measured on an after tax basis. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ആഫ്റ്റർ ടാക്സ് ബേസിസിലാണ്. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് മറ്റൊരു ഡിറ്റർമൈനിങ് ഫാക്ടേഴ്സാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ തീരുമാനിക്കുന്നതിൽ. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പല തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് ദെയർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെയർ ആർ ഫോളോസ്. നമുക്കതിൻ്റെ ഒരു കോസ്റ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് നമ്മളിവിടെ പറയേണ്ടത്. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ കോസ്റ്റ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ് ഫോർ ഫിനാൻസിങ് എ പ്രൊജക്റ്റ്. അപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, അതിന്മേൽ ഉണ്ടാകുന്ന ആ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിന്മേൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, അതിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ഫണ്ട് ടു ബി റേസ്ഡ് ഫോർ ഫിനാൻസിങ് എ പ്രൊജക്റ്റ്. നമ്മുടെ ഭാവിയിൽ, അതായത് ഫ്യൂച്ചറിൽ നമ്മൾ മുടക്കേണ്ട ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് മേൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുക അല്ലേ, കൊടുക്കേണ്ടി വരുന്ന തുക അത് ഭാവിയിൽ ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതുമേൽ കൊടുക്കേണ്ട എമൗണ്ടാണ്. അടുത്ത രണ്ടാമത് സ്പെസിഫിക് കോസ്റ്റും കോമ്പോസിറ്റ് കോസ്റ്റുമാണ്. സ്പെസിഫിക് കോസ്റ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് എ സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സ് ഓഫ് ക്യാപിറ്റലുണ്ട്. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ കളക്ട് ചെയ്യാം, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാകാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാകാം. അപ്പോൾ ഇതിൽ ഓരോന്നിനെയും നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മേലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ മേലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഐറ്റത്തെയും പറയുമ്പോൾ അതിനെ സ്പെസിഫിക് കോസ്റ്റ് എന്നും, അതിനെല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോൾ അതിനെ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്നും പറയും. കമ്പൈൻഡ് കോസ്റ്റ് അല്ലെങ്കിൽ അതിനെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ഇക്വിറ്റി ഷെയർ പ്ലസ് പ്രിഫറൻസ് ഷെയർ പ്ലസ് ഡിബഞ്ചർ, അതിനെല്ലാം കൂടി കൊടുക്കേണ്ടി വരുന്ന കമ്പനിയുടെ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ, അതിനെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. അടുത്തത് ആവറേജ് കോസ്റ്റും ഉണ്ടാകാം, മാർജിനൽ കോസ്റ്റും ഉണ്ടാകാം. Average cost of capital refers to the weighted average cost of capital calculated on the basis of cost of each source of capital and weights assigned to them in the ratio of their share to the total capital fund. അപ്പോൾ നമുക്ക് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ആവറേജ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റലിൽ ഒരു പർട്ടിക്കുലർ ഫണ്ടിൻ്റെ പ്രപ്പോർഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അനുസരിച്ച് അതിനൊരു വെയിറ്റ് കൊടുത്തുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ആ ഒരു രീതിയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വരിക. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ആൻ എക്സ്ട്രാ വൺ ഓഫ് ഫിനാൻസ് ₹1 ഫോർ ഫിനാൻസ് അല്ലേ. അതായത് നമ്മൾ നിലവിൽ നമ്മൾ 10,000 rupees നമ്മളിപ്പോൾ ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് ₹1 കൂടി കളക്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപ ചിലവാകും? അതായത് അഡീഷണൽ ആയിട്ട് നമ്മൾ ₹1 കൂടി കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് ചിലവാകുന്നത് എന്നുള്ളത് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഉണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റും ഉണ്ട്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഇക്വേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് വിത്ത് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ. അപ്പോൾ നമുക്കിവിടെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സൂചിക്കുന്നത് ഡിസ്കൗണ്ട് റേറ്റിനെയാണ്. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോയും ഈക്വൽ ആകുന്ന ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് അല്ലേ. നമ്മളതിനെ പഠിച്ചിട്ടുണ്ട്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ IRR തന്നെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്.
ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ക്യാൻ ബി ഏൺഡ് ബൈ ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട് ഇൻ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന നമുക്കതിൽ നിന്ന് കിട്ടുമായിരുന്ന റിട്ടേണെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളതിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയില്ലായിരുന്നെങ്കിൽ, ഇവിടെ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടുമായിരുന്നു രണ്ടാമത്തെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ്, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അല്ലേ. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, അതിൽ നിന്ന് കിട്ടുമായിരുന്ന റിട്ടേൺ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ വരിക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് പഠിച്ചു വെക്കേണ്ട തിയറി ഭാഗങ്ങൾ. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് കമ്പോണൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പലതരത്തിലുള്ള കാൽക്കുലേഷൻ, ഡെപ്റ്റിൻ്റെ കാൽക്കുലേഷൻ, പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദെൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സ്, അതെല്ലാം നമ്മൾ ഓരോരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രോബ്ലം ഉൾപ്പെടെ പഠിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് മറ്റേ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്